എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ്ങിലെ ഒരു 4 മണി തൊട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കണത്. അപ്പോൾ എല്ലാവരും കാണാം. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സ്പെഷ്യലായിട്ട് വെച്ചാൽ നമുക്കൊന്നൊരു വിരുന്നുകാരുണ്ട് കുറച്ച്. അപ്പോൾ അത് തന്നെയാണ് സ്പെഷ്യൽ. വിളക്ക് വയ്ക്കാനും കോഴിന് കൂട്ടിലാക്കാനൊക്കെ ആയിട്ട് ഒരു 5:30 നേരമായിപ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചക്ക ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് ചക്ക. അപ്പം മുറിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ, മുറിച്ച് നോക്കാണ്ട് മൂത്തതാണോ മൂക്കാത്തതാണോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു അടുക്കള തോട്ടം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. മുളകൊന്നും അങ്ങനെ പൊന്തി വരുന്നില്ല. പിന്നെ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ട് അതിൻ്റെ ഒരു തിരിയൊക്കെ വന്നിട്ടുണ്ട്. അത് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വലുതായിട്ട് ഇടും. പിന്നെ തക്കാളി നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. 2 നേരം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചാണകമല്ല കോഴിക്കാട്ടവും ചവറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതിലാണ് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിൽ അവിടെ ഒരു കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുല്ലിൽ നല്ല ഭംഗിയുള്ള പുല്ലുകളുണ്ടാകുമ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ ചെറിയൊരു ഇതിൽ നമ്മുടെ ജമന്തിയാണ്, മഞ്ഞ ജമന്തിയാണ്. പക്ഷേ ഇതുവരെ പൂ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കുറച്ച് 2-3 തണ്ടല്ല തൈ കറ്റാറവാടിയുണ്ട്. പിന്നെ മെയിൻ പരിപാടിയാണ് കുഞ്ഞിപ്പെണ്ണിന് മണ്ണിൽ കളിക്കൽ. അപ്പോൾ മണലിലാണ് കുറേ നേരം ഇരിക്കാറ്. മണലിൽ കുളി കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ പിന്നെ മണലിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അങ്ങനെ നിന്ന് കളിക്കുന്നു. പിന്നെ ഇതേ നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ട്. വിളക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. നമുക്ക് ഇതുണ്ട്, ചക്കയുണ്ട്, അത് നന്നാക്കണം. പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ട്. ആൾ ചിക്കൻ ഒരു ചെറുത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ചിക്കൻ വരണേക്കാട്ടി മുമ്പ് ചക്കയൊക്കെ ഒരുവിധം നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചിയൊക്കെ പോകുമ്പോൾ അവർക്ക് കൊടുത്ത് വയ്ക്കാമെന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ഒന്ന് നന്നാക്കി പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉപ്പേരി വയ്ക്കുന്നു ചേട്ടൻ പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷേ നമ്മൾ കറിയൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ച് കെടുക്കാമെന്നുള്ള രീതിയിൽ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക ഒന്ന് തുണ്ടനിൽ നിന്ന് വെട്ടിയിട്ട് ചക്കച്ചുള പറിച്ച് വയ്ക്കുക. ചുള പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ചവണിയും കൂരൊക്കെ മാറ്റി നന്നാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചിടാൻ തന്നിട്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ തിരുമ്പി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സവോള ജസ്റ്റ് വാട്ടി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് 2-3 തള തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കണ കറിയാണ് ചേട്ടന് ഇഷ്ടം. ഉരുളക്കിഴങ്ങ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പം ചിക്കനോടും ഇറച്ചിയോടൊന്നും വലിയ താല്പര്യം കാണിക്കണില്ല. അപ്പം എന്തായാലും ഉരുളക്കിഴങ്ങ് 2-3 ഇടുന്നുണ്ട്. ആകെ 2-3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അത് വലുതാണ്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കഷ്ണമൊക്കെ. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇറച്ചിയിലിട്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട് ചേച്ചിയുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ തമ്മിൽ ഇപ്പോൾ ഗംഭീര വർത്താനത്തിലാണ്. ഞാനപ്പോൾ ഇത് ഇപ്പോൾ വേഗം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവരെ കൂടെ പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചിരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി നമ്മുടെ ഇടയിൽ നിൽക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് പോവില്ല. അപ്പോൾ ചെറിയ ഇണക്കങ്ങളും കൂട്ടിയിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോൾ നല്ല സന്തോഷമുണ്ടാകും. 3 പേരുടെ മുഖം അങ്ങോട്ടും മുഖം മാത്രം നോക്കിയിരിക്കുമ്പോൾ ഒരു സുഖമില്ല. നമുക്ക് ഈ കുശുമ്പൂത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി രസമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് അതുകൂടി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന്. പിന്നെ ചേട്ടന് ഒന്ന് വീട് കാണാൻ നമ്മുടെ വീട് പണിയെടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് പോയത്, ടോർച്ചൊക്കെ കൊണ്ടാണ് പോയത്. പിന്നെ കാലത്ത് എനിക്ക് നേരത്തെ പോകേണ്ട കാരണം വൈകുന്നേരം തന്നെ ഒന്ന് പോയിട്ട് വന്നു. ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 നാൾ ഇട്ടിട്ട് അത്രയൊന്നും വേണ്ടി വന്നില്ല, ഒത്തിരി ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചോറ് വെച്ചു. അവർക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തിരി ഇതാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ എന്തായാലും ചോറ് ഒത്തിരി അധികം ഇട്ടു. അപ്പോൾ നമ്മുടെ റൈസ് കുക്കറിലായ കാരണം നമുക്ക് വേറെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇറക്കി വയ്ക്കുക, പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ചോറായിട്ടുണ്ട്, നമുക്കത് നൂറ്റി വയ്ക്കാം കേട്ടോ. മറ്റേ കുഞ്ഞുകലാണെന്നുണ്ടെങ്കിൽ ഞാൻ വാർത്ത് വയ്ക്കലാണ് പണി. ഇപ്പോൾ ഈ അരിപ്പക്കയിലും അരിപ്പക്കൊട്ടയൊക്കെ എടുത്തിട്ട് കുറേ നാളെ നമ്മൾ വാർത്ത് വയ്ക്കണതിൻ്റെ ഇടയിൽ ഈ വക സാധനങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കഞ്ഞി അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പക്കയിലൊക്കെ എടുത്തുനിന്ന് കഞ്ഞിയൊക്കെ നൂറ്റി എടുക്കുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വാർത്തല്ല ഊറ്റി വയ്ക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ അടുക്കളയിലൊക്കെ നിന്നിട്ട് ഭയങ്കര വർത്തമാനത്തിലാണ് കേട്ടോ. അവരുടെ വിശേഷങ്ങൾ, പിള്ളേരുടെ സ്കൂളിൽ നിന്ന് നടന്ന വിശേഷങ്ങൾ, ടൂർ പോയ വിശേഷങ്ങൾ, അങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. ഫോണിൽ കൂടെ നമ്മൾ വർത്തമാനം പറയേണ്ടതുണ്ടെങ്കിലും അതങ്ങനെ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ നമ്മൾക്ക് ഫോണിൽ കൂടെയൊക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചിരിച്ച് കളിച്ച് എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടി. പിന്നെ വലിയ ചേച്ചിയും പിള്ളേരും കൂടി കുറവുണ്ടായിരുന്നു, അത് ഗംഭീര കുറവ് തന്നെയാട്ടോ. പിള്ളേർക്ക് ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ അച്ഛൻ ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ അങ്ങനെ വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദിവസം എല്ലാവരും കൂടിയിട്ടൊന്നും കൂടി ഒന്ന് കൂടണം. കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് കൂടലൊന്നും അല്ല കേട്ടോ. ആയിരുന്നു വർത്തമാനം പറയലാണ് വലിയ കൂടൽ. വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ തമാശകൾ കളികളൊക്കെ കണ്ടിരിക്കുക, അതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളത് ചിക്കൻ കറി ഇതേ റെഡി ആയിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ലഹളയാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്, ചോറ് ഊറ്റിയതും വിളമ്പിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലും വർത്തമാനത്തിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും അടുക്കളയിലൊക്കെ തന്നെയാണ് വർത്തമാനം പറയാനായിട്ട് വന്ന് നിൽക്കണത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചെറിയൊരു അടുക്കളയാണ്, അപ്പോൾ അത്ര വലിയ സൗകര്യമൊന്നും ഇല്ല നമുക്ക് നിന്ന് വർത്തമാനം പറയാനും അങ്ങനെ പാത്രങ്ങൾ വയ്ക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം ഒരു സൗകര്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒരാളിങ്ങനെ അടുക്കളയിൽ നിൽക്കുക, ബാക്കിയുള്ളവർ അപ്പുറത്തിന് വർത്തമാനം പറയാം. അപ്പോൾ പിള്ളേരും ചേച്ചിയൊക്കെ ഇവിടെ അടുക്കളയിൽ വന്ന് നിന്നിട്ട് വർത്തമാനം പറയാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആ സമയം പോക്കാൻ നമുക്ക് ടെൻഷനാണ്. ഇപ്പോൾ കുറേ ഒരുപാട് ടെൻഷനുള്ളത് വീട് പണിയുടെ കാര്യത്തിലാണ്. അത് അതിൻ്റേതായ സമയത്തിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാണ്ടിരിക്കണതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BP കൂടുക കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കുറച്ചേ ഉള്ളൂ ജീവിതം, അത് നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പിയോട് കൂടിയായിട്ട് ഇരിക്കാനായിട്ട് കുറേയൊക്കെ നോക്കുക. പറ്റുന്നിടത്തോളമൊക്കെ ഉന്തി തള്ളിയൊക്കെ പോവുക, അത്രയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ചക്കൊക്കെ നന്നാക്കാനായിട്ട് കുഞ്ഞേച്ചി വന്നിരിക്കുന്നുണ്ട്, അവിടെ നിരഞ്ഞിരിക്കുന്നുണ്ട് ഓരോന്ന് വർത്താനൊക്കെ കേൾക്കാനും പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ചക്ക അത്യാവശ്യം മൂത്താണുണ്ട്. അപ്പോൾ നാളെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുളി പിടിക്കും. എനിക്ക് പഴുത്ത ചക്കേനെക്കാട്ടിയും കൂടുതലിഷ്ടം പുളി പിടിച്ച ചക്ക തിന്നാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു തുണ്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണമാണ് ഞാൻ മുറിച്ച് തുണ്ടാക്കിയിട്ട് നന്നാക്കി കൊടുക്കണത്. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ചിക്കനും മീൻ കറിയും ഉണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ അങ്ങനെ കാര്യമില്ല. അപ്പോൾ ഒന്ന് വെച്ചാലും അങ്ങനെ ചിലവാകില്ല. ചക്കയായ കാരണം എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ എപ്പോൾ വെച്ചാലും അത് ചിലവാകും. അപ്പോൾ എന്തായാലും ചേച്ചി വീട്ടിൽ പോയിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നന്നാക്കി വെച്ചു. പിന്നെ നമ്മുടെ ചോറുണ്ണണ പരിപാടിയാണ്, വിളമ്പി കൊടുക്കണം. നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ, കളയാണ്ടൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഭക്ഷണം കൂടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അല്ല പറ്റണവരൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ. പിന്നെ പാത്രം കഴുകണത് കെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അടിച്ചു വാരി തുടച്ച് പായൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നു. പിന്നെന്തുവാ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിള്ളേർക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വർത്തമാനത്തിൻ്റെ വിശേഷം കാരണം. പിറ്റേ ദിവസം കാലത്ത് അവർ എണീറ്റ് പോയി. ചേച്ചിക്ക് ജോലിക്ക് പോകണമെന്ന്. അത് കാരണം അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. അവർ വീട് കണ്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും ഞാനും കുഞ്ഞിപ്പെണ്ണും തന്നെയായി, ചേട്ടൻ ജോലിക്കും പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.